ആത്മാർത്ഥതയും മടി കൂടാതെ ജോലി ചെയ്യുവാനുള്ള താൽപ്പര്യവും സത്യസന്ധതയും ആരോഗ്യവും ഉണ്ടെങ്കിൽ മുതൽ മുടക്കില്ലാതെ ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുവാൻ കഴിയും. അതിനെ സംബന്ധിച്ച് ആണ് ഇന്ന് പറയുന്നത്. മൺഡേ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് വാർണിഷുകളെ കുറിച്ചായിരുന്നു. അതിൻ്റെ തുടർച്ചയായി കുറഞ്ഞ ചിലവിൽ നമ്മുടെ വീടുകളിലെ വുഡൻ ഫർണിച്ചറുകൾക്കെല്ലാം പുതുപുത്തൻ പോലെ നല്ല തിളക്കവും സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഫ്രഞ്ച് പോളിഷിങ്ങിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം സാധാരണ പോലെ ഓർമ്മിപ്പിക്കുന്നു. ദയവായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അതായത് സ്പിരിറ്റ് വാർണിഷിനെയാണ് ഫ്രഞ്ച് പോളിഷ് എന്ന് വിളിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. ചിലതരം മരങ്ങളുടെ തടിയിലും ശാഖകളിലുമൊക്കെ ചില ചെറിയ പ്രാണികൾ കൂടുവയ്ക്കുകയും അവയ്ക്കുള്ളിൽ വിസർജിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു മുഴയായി രൂപപ്പെടുകയും ചെയ്യും. ഇതിനെയാണ് ഷെല്ല് എന്ന് പറയുന്നത്. ഈ ഷെല്ലിനുള്ളിലുള്ള ഈ പ്രാണിയുടെ വിസർജ്യങ്ങൾ ലിക്വിഡ് രൂപത്തിൽ ആകുകയും ചെയ്യും. ഇതിനെ ലാക്ക് എന്നും പറയും. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ആണ് ഷെല്ലാക്ക് എന്ന് പറയുന്നത്. ഈ ഷെല്ലാക്കിലേക്ക് മീഥിലേറ്റഡ് സ്പിരിറ്റ് ചേർത്ത് യോജിപ്പിക്കുന്നതാണ് സ്പിരിറ്റ് വാർണിഷ് എന്ന ഫ്രഞ്ച് പോളിഷ്. ഈ ഷെല്ലാക്ക് മനുഷ്യൻ്റെ നിത്യജീവിതത്തിലെ 5 കാര്യങ്ങളിൽ ഒഴിച്ചു നിർത്തുവാൻ കഴിയാത്ത ഒരു വസ്തുവാണ്. ഇത് അറിയുമ്പോൾ നാം അയ്യേ എന്ന് മൂക്കിൽ വിരൽ വച്ചു പോകും. പക്ഷേ വെറുതെയൊന്നും അല്ലല്ലോ. സത്യം ഇതാണ്. അതായത് ഒന്നാമതായി വുഡ് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു. രണ്ടാമതായി ഫുഡ് കോട്ടിംഗ്, അതായത് ചില ഭക്ഷ്യവസ്തുക്കളുടെ പുറമേ പോളിഷ് പോലെ പോളിഷ് ചെയ്തു വച്ചിരിക്കുന്നുണ്ട്. അടുത്തത് ഫാർമസ്യൂട്ടിക്കൽ കോട്ടിങ്സ്, ചില മരുന്നുകൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതായിട്ട് കോസ്മെറ്റിക്സിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതായി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്കുകൾക്ക് നിറങ്ങൾ മിക്സ് ചെയ്യുന്നതിനും ഓയിൽ പെയിൻറ്റിംഗ് തുടങ്ങിയുള്ള എല്ലാ ആർട്ടുകൾക്കും ഷെല്ലാക്ക് ഒഴിവാക്കുവാൻ കഴിയുകയേയില്ല. ഏത് വിഭാഗത്തിലുള്ള തടി ഉപകരണങ്ങളിലും അവയുടെ ശോഭ വർദ്ധിപ്പിക്കുന്നതിനും പുതുപുത്തനായി തോന്നിപ്പിക്കുന്നതിനും ഫ്രഞ്ച് പോളിഷ് അപ്ലൈ ചെയ്താൽ മതിയാകും. ഇതിന് ബ്രഷോ റോളർ ബ്രഷോ സ്പ്രേയോ ആവശ്യമില്ല. അതിനു പകരം നല്ല മിനുസമുള്ള കോട്ടൺ തുണി മടക്കി നല്ല ഒരു പാഡ് പോലെ ആക്കിയാൽ മതിയാകും. അല്ലെങ്കിൽ നല്ല വെളുത്ത കോട്ടൺ വേസ്റ്റ് തുണിയിൽ പൊതിഞ്ഞ് ഒരു കിഴി പോലെ ആക്കിയതായാലും മതിയാകും. ആദ്യം തന്നെ ഇത് തയ്യാറാക്കി വയ്ക്കുക. പോളിഷ് ചെയ്യേണ്ട ഫർണിച്ചർ പഴയതാണെങ്കിൽ ഒരു തുണിയിൽ അല്പം ടർപ്പൻറ്റൈൻ അല്ലെങ്കിൽ ലിൻസീഡ് ഓയിൽ മുക്കി ഭംഗിയായി തുടയ്ക്കുക. എന്നിട്ട് പഴയ പോളിഷിൻ്റെ ശേഷിച്ചിരിക്കുന്നതെല്ലാം ഒരു പ്ലെയിനർ ബ്ലേഡ് ഉപയോഗിച്ച് ചുരണ്ടി ഇളക്കി മാറ്റുക.
എന്നിട്ട് 100 ഗ്രേഡിലുള്ള സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലപോലെ മിനുസപ്പെടുത്തുക. പൊടിപടലങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കുക. വിള്ളലുകളോ കേടുപാടുകളോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഫില്ലർ ഉപയോഗിച്ച് നിരപ്പാക്കുക. ഇപ്പോൾ റെഡിമെയ്ഡായി ഫില്ലറുകൾ ഏത് നിറങ്ങളിലും ഏത് തടിയുടെ നിറങ്ങളിലും ഉള്ളത് വാങ്ങുവാൻ ലഭിക്കും. ഇങ്ങനെ ഫില്ലർ ഉപയോഗിച്ചല്ലാതെ നമുക്ക് സ്വന്തമായും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് ബീമാൻഡേജ് എന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അത് കുന്തിരിക്കവും തേൻമെഴുകും, അതായത് റെസീനും ബീ വാക്സും കൂടി തുല്യ അളവിൽ ഉരുക്കി ആവശ്യമുള്ള തടിയുടെ നിറം കൂടി ചേർത്ത് ഒരു സ്റ്റിക്ക് പോലെ ആക്കി തണുപ്പിച്ച് എടുക്കുക. ഇത് വീണ്ടും അല്പാൽപ്പം ചൂടാക്കി ഉരുക്കി സർഫസിലുള്ള കുഴികളിലും വിടവുകളിലും ഒഴിച്ച് നിരപ്പാക്കി എടുക്കുക. ഇതിനെ ബീമാൻഡേജ് എന്നാണ് പറയുന്നത്. ആ ഭാഗങ്ങളും സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ച് നല്ല മിനുസപ്പെടുത്തി നിരപ്പാക്കി എടുക്കുക. ഇനി 120 ഗ്രേഡിലുള്ള സാൻഡ് പേപ്പർ ഉപയോഗിച്ച് എല്ലായിടവും ഉരച്ച് മിനുസപ്പെടുത്തുക. എന്നിട്ട് ചെറിയ ഒരു ഗ്ലാസ്സിലോ പാത്രത്തിലോ ഫ്രഞ്ച് പോളിഷ് ഒഴിച്ച് അതിൽ തയ്യാറാക്കി വച്ചിട്ടുള്ള കോട്ടൺ പാഡ് മുക്കി ഒഴുകാത്ത തരത്തിൽ എടുത്ത് ഫർണിച്ചറിൽ മുകളിൽ നിന്ന് താഴേക്ക് ഒരേ ഡയറക്ഷനിൽ തിളക്കം വരുന്നത് വരെ 3-4 തവണ പുരട്ടുക. അരികുകളിലും ഇടുങ്ങിയ ഭാഗങ്ങളിലുമെല്ലാം തുണി ചുരുട്ടി ഒരു പെൻസിൽ പോലെയാക്കി എല്ലാ ഭാഗങ്ങളിലും ഭംഗിയായി പുരട്ടണം. തുടർന്ന് അരമണിക്കൂർ ഉണങ്ങുവാൻ അനുവദിക്കുക. ഇത് ചെയ്യുമ്പോൾ കൈകളിൽ പ്ലാസ്റ്റിക് ഗ്ലൗസ് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ കൈകളിൽ പുരണ്ടാൽ അത് നീക്കം ചെയ്യുവാൻ അല്പം വിഷമം ഉണ്ടാകും. ഉണങ്ങിയ ശേഷം 150 ഗ്രേഡിലുള്ള സാൻഡ് പേപ്പർ ഉപയോഗിച്ച് വീണ്ടും ഉരച്ച് മിനുസപ്പെടുത്തുക. വീണ്ടും കോട്ടൺ പാഡ് ഉപയോഗിച്ച് ഭംഗിയായി 3-4 കോട്ട് കൂടി പുരട്ടുക. ഇത് ഇംഗ്ലീഷിലെ 8 എന്ന് എഴുതിയ പോലെ ഇതും ഉണങ്ങിയ ശേഷം വീണ്ടും ഒരിക്കൽ കൂടി പഴയ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് വളരെ മൃദുവായി ഉരച്ച് മിനുസം വരുത്തുക. എന്നിട്ട് ഫൈനൽ കോട്ട് അപ്ലൈ ചെയ്യുക. ഇതും ഒരേ ഡയറക്ഷനിൽ 8 എന്ന് എഴുതിയ പോലെ തന്നെ മൃദുവായി അപ്ലൈ ചെയ്ത് നല്ല മിനുസം വരുത്തുക. ഏകദേശം 7-8 കോട്ട് ചെയ്യേണ്ടി വരും. നല്ല മിനുസവും പളപളപ്പും ലഭിക്കും. ഇത് മഴക്കാലത്ത് ചെയ്യരുത്. നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങി മിനുസമാകുന്നതാണ്. നല്ല ഭംഗിയായി ഉണങ്ങിയ വുഡ് ആണെങ്കിൽ കൂടുതൽ തവണ അപ്ലൈ ചെയ്യേണ്ടി വരില്ല. വുഡ് നന്നായി ഉണങ്ങുന്നതിന് സ്വാഭാവികമായും കൂടുതൽ സമയം വേണ്ടിവരും. ഇങ്ങനെ വുഡിലെ ഈർപ്പാംശത്തെ പൂർണ്ണമായും ഇല്ലാതെയാകുന്നതിനെ ആണ് ടിമ്പർ സീസണിംഗ് എന്ന് പറയുന്നത്. ഇത് 2 തരത്തിലുണ്ട്. ഒന്ന് നാച്ചുറൽ സീസണിംഗ് എന്നും രണ്ടാമത് ആർട്ടിഫിഷ്യൽ സീസണിംഗ് എന്നും ആണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദമായി പറയുന്നതും ആണ്. വീടിനുള്ളിലുള്ള ഫർണിച്ചറുകൾക്ക് മാത്രമേ ഫ്രഞ്ച് പോളിഷിംഗ് ചെയ്ത് മിനുസമാക്കുവാൻ കഴിയൂ. കൂടാതെ ഷെല്ലാക്ക് പോളിഷിംഗ്, വാക്സ് പോളിഷിംഗ്, വാർണിഷിംഗ് എന്നിങ്ങനെയുള്ള പോളിഷിംഗ് മെത്തേഡുകൾ നിലവിലുണ്ട്. ഏതുതരം പോളിഷിംഗ് ആയാലും ഫർണിച്ചറുകൾ ഉരച്ച് മിനുസം വരുത്തുന്നത് എല്ലാത്തരം പോളിഷിങ്ങിനും ഒരുപോലെയാണ്. അങ്ങനെ ഒരുക്കിയ ഫർണിച്ചറിൽ ഷെല്ലാക്ക് പോളിഷ് ചെയ്യുന്നത് ഷെല്ലാക്കും മീഥിലേറ്റഡ് സ്പിരിറ്റും കൂടി 1:3 എന്ന അനുപാതത്തിൽ ലയിപ്പിച്ച് ബ്രഷ് ഉപയോഗിച്ച് വുഡ് സർഫസുകളിൽ പെയിൻറ് പുരട്ടുന്നത് പോലെ പുരട്ടുന്നതിനെയാണ് ഷെല്ലാക്ക് പോളിഷിംഗ് എന്ന് പറയുന്നത്. ഇത് അത്ര പെട്ടെന്ന് ഉണങ്ങുകയില്ല. നിറം കൂടി ചേർത്ത് വുഡിൻ്റെ നിറം മാറ്റുവാനും കഴിയും. അതുപോലെ വാഹനങ്ങളുടെ സ്പ്രേ പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം അതിനു മുകളിൽ
ബീവാക്സ് പോളിഷിംഗ് ചെയ്യുക പതിവാണ്. ബീവാക്സും സ്പിരിറ്റും 1:5 എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്ത് കോട്ടൺ പാഡ് ഉപയോഗിച്ച് പുരട്ടി മിനുസമാക്കുവാനും കഴിയും. ഇതിനെ ആണ് വാക്സ് പോളിഷിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ മീഥിലേറ്റഡ് സ്പിരിറ്റിൽ 3:1 എന്ന അനുപാതത്തിൽ മരങ്ങളിൽ നിന്നും ഊറി വരുന്ന പശയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വുഡ് സർഫസുകളിൽ ബ്രഷിംഗ് നടത്തുകയോ സ്പ്രേ ചെയ്യുകയോ ആകാം. ഇതിനെയാണ് ശരിക്കും വാർണിഷിംഗ് എന്ന് പറയുന്നത്. പണ്ടുകാലത്തെ തടികൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മച്ചും അറയും നിരയും എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയാണ് വാർണിഷിംഗ് ചെയ്തിരുന്നത്. അങ്ങനെ യാതൊരു മുടക്കുമുതലും ഇല്ലാതെ ഒരു സ്വയം തൊഴിൽ സംരംഭമായി നടത്തുവാൻ കഴിയുന്ന ഒരു തൊഴിൽ രംഗമാണ് പോളിഷിംഗ്. വനിതകൾക്കും വനിതാ സംഘടനകൾക്കുമൊക്കെ നല്ല ഒരു വരുമാന മാർഗമായി സ്വീകരിക്കാവുന്നതാണ്. വീടുകൾ തോറും പോയി പഴയ ഫർണിച്ചറുകൾ പോളിഷ് ചെയ്ത് നൽകി ധാരാളം പണം സമ്പാദിക്കുന്ന വനിതകൾ വടക്കേ ഇന്ത്യയിൽ ധാരാളം ഉണ്ട്. ഇത്തരം ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നിർമ്മിക്കുന്നതും വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞ ഷെല്ലും ലാക്കും ഒക്കെ വളരെ വിരളമാണ്. ഇനി മുന്തിയതരം ലാക്കർ പോളിഷിങ്ങിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇത് ഫില്ലർ, സീലർ, ക്ലിയർ എന്നീ 3 പ്രോസസ്സുകളിലൂടെയാണ് പോളിഷ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ ലാക്കർ പോളിഷിങ്ങിനെ കുറിച്ച് പറയുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത വിഷയവുമായി വരും വരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.